ഹായ്, സുലൈമാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇഫ്താർ സ്പെഷ്യലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷോർബ എന്നാണ് ഇതിൻ്റെ പേര്. ഓട്സും ചിക്കനൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നോമ്പ് തുറന്നു കഴിഞ്ഞ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ക്ഷീണത്തിനും നമുക്ക് നന്നായിട്ടൊരു ഉന്മേഷമൊക്കെ തരുന്ന ഒരു സൂപ്പാണ് കേട്ടോ. ശരിക്കും ഗൾഫ് നാട്ടിലൊക്കെ നോമ്പ് തുറന്ന ഉടനെ കഴിക്കുന്ന ഓട്സ് മീലാണിത്. സൗദിയിലെ പള്ളികളിൽ നിന്ന് നോമ്പ് തുറന്നവരാരും തന്നെ ഇത് രുചിക്കാത്തവരായിട്ടുണ്ടാവില്ല. അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ഒരു വലിയ ഉള്ളി, വലിയ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി വേണം. പിന്നെ 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണിത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ അതാണ്. പിന്നെ 1 കപ്പ് ബോൺലെസ് ചിക്കനാണിത്. ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസും എടുക്കാം, ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ചെറിയ ജീരകപ്പൊടി, പിന്നെ 1/2 കപ്പ് ഓട്സ്. ഇനി ഇതിലേക്ക് ഓപ്ഷണലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, ബ്ലാക്ക് ലെമൺ. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും 5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും ആവശ്യത്തിനുള്ള ഓയിലുമാണ് വേണ്ടത്. ഇനി നമുക്കിത് റെഡിയാക്കാം. ചുവട് കട്ടിയുള്ളൊരു പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, വെളിച്ചെണ്ണയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചില വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ചിലതിൽ അതിൻ്റെ സ്മെല്ല് ടേസ്റ്റ് കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. അത്തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ മെയിനായിട്ട് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നൈസായിട്ട് അരിയുക. എത്രത്തോളം നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരിയുക. പിന്നെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനി എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, എണ്ണയും തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അതിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചേർക്കുക, നിർബന്ധമൊന്നുമില്ല, ഇതില്ലാതെയും ഉണ്ടാക്കാം. പിന്നെ ബോൺലെസ് ചിക്കൻ ഞാനിവിടെ എടുക്കാൻ കാരണം നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കില്ലേ, അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ബോൺലെസ് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചോയ്സ് പോലെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ചെറുതായി നുറുക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. 5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിൽ 4 ഗ്ലാസ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഓട്സ് ഇട്ട് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബാക്കി വെള്ളം ചേർക്കാം. പല കമ്പനിയുടെ ഓട്സും വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് ലെമൺ ഇല്ലേ, അത് 2 ഹോള് ഇട്ട് കൊടുക്കുക. അതായത് ഇതുപോലെ 2 ഹോൾ ഇട്ട്, പപ്പടക്കോല് കൊണ്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്ലാക്ക് ലെമൺ കയ്യിലില്ലാത്തവർ വിഷമിക്കണ്ട, ഇതില്ലാതെയും ഉണ്ടാക്കാം. ഇനി ഇത് നന്നായി തിളയ്ക്കട്ടെ. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഓട്സാണ് ചേർക്കേണ്ടത്. ഇത് ഒറ്റയടിക്ക് അങ്ങ് ചേർക്കാതെ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഓട്സ് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ ജീരകക്കഞ്ഞി ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ അറബികളുടെ ജീരകക്കഞ്ഞിയാണിത്. ഇതില്ലാതെ അവർക്കൊരു നോമ്പ് തുറ ഇല്ല എന്ന് തന്നെ പറയാം. ഓട്സിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളത് കാരണം ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തെ കൂട്ടും. പിന്നെ നല്ല കൊളസ്ട്രോളിനെ ബാധിക്കാതെ തന്നെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും. പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് വരും. BP കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഓട്സിന്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാണ് കേട്ടോ ഓട്സ്, ഷുഗർ കുറയാനും ഒക്കെ. ഇപ്പോൾ നമ്മുടെ ഓട്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസിന് പകരം 1/2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഈ സൂപ്പിനൊരു പുളി ടേസ്റ്റാണുള്ളത്. അപ്പോൾ ചിലർക്കൊന്നും ഈ പുളി ടേസ്റ്റ് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. സോസും പേസ്റ്റൊക്കെ ഒന്ന് ചേർക്കാതിരിക്കുക. ഇപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു തിക്നെസ് ഉണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ തിക്കാവേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ബാക്കിയുള്ള തിളച്ച വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 5 ഗ്ലാസ് തിളച്ച വെള്ളവും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് തന്നെയാണ് കേട്ടോ ഷോർബ. ഞാനീ പറഞ്ഞ അളവ് വെച്ചിട്ട് 3 പേർക്ക് നന്നായി സെർവ് ചെയ്യാം. പിന്നെ ചിക്കൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.